വീഡിയോസൊക്കെ കാത്തിരുന്ന് കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഓർഡർ തന്നിട്ടുള്ള സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓൾക്ക് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടും എന്നോട് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒരു 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് ചെറിയൊരു ബേബി ഉണ്ട് 1.5 വയസ്സുള്ള. അപ്പോൾ ഇതെന്താവും എന്നറിയില്ല, കാരണം ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടവും ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആക്കുമോ, ചെയ്യാനുള്ള സമയം കിട്ടുമോ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാ തിരക്കും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കഴിഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രീംസും പാഷനൊക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം ഇതൊക്കെ തുടങ്ങി വെച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് എന്നുള്ളത്.